ദേവീ ശരണം അമ്മേ. കാമക്രോധാദികൾ തൻ പിടിയിലമരുമെൻ മാനസം ശോകതപ്തം കാണാൻ വെമ്പുന്ന സർവമയ ദുരിതഹരം ത്വന്മുഖ ശ്രീവിലാസം തേടി തേടി തളർന്നു തവ മൃദുല കൃപസ്പർശമെന്നിൽ പതിഞ്ഞോ മാതാവേ. കാത്തുരക്ഷിക്കുക കടലിണയിൽ ക്ഷീണനായി വീണൊരന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 28-ാമത്തെ അധ്യായം നാരദ വിഷ്ണു സംവാദം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷ്മി ദേവി തന്നെ കണ്ടപ്പോൾ അന്തർധാനം ചെയ്തതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് ആ മായയെ പറ്റിയിട്ട് ദീർഘമായിട്ടവിടെ മഹാവിഷ്ണു നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. ആ മായയെ ആരും ജയിച്ചവരല്ല. ത്രിമൂർത്തികൾക്ക് പോലും ജയിക്കാൻ കഴിയാത്ത ആ മായയെ മറ്റുള്ളവർക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോഴാണ് നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്നത്. നാരദൗവാചായിത്യുക്ത്വാ വിരതോ വിഷ്ണുരഹം വിസ്മയമാനസ തമഭ്രവം ജഗന്നാഥം വാസുദേവം സനാതനം. ഹേ വ്യാസരെ, ഇപ്രകാരം മഹാവിഷ്ണുവിനോട് പറഞ്ഞപ്പോൾ ഞാൻ കൈകളെ കുപ്പിക്കൊണ്ട് ജഗന്നാഥനായിട്ടുള്ള വാസുദേവനായിട്ടുള്ള ഭഗവാനോട് ചോദിച്ചു, ഹേ രമാപതേ, അങ്ങനെയാണെങ്കിൽ ആ മായയുടെ രൂപമെന്താണ്? എപ്രകാരമുള്ളവളാണ് ആ മായ? ആ മായയ്ക്ക് എത്ര ബലമുണ്ട്? എവിടെയാണ് ആ മായ സ്ഥിതി ചെയ്യുന്നത്? ഈ മായ ആരെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നുള്ളതെല്ലാം എനിക്കൊന്ന് ദീർഘമായിട്ട് പറഞ്ഞു തരണം എന്ന് കൈകളെ കുപ്പിക്കൊണ്ട് ചോദിച്ച സമയത്ത് വിഷ്ണു ഭഗവാൻ അതിന് നാരദന് മറുപടി കൊടുക്കുന്നു. ഹേ നാരദ, ത്രിഗുണാത്മികമായ ആ മായ സകലതിനും ആധാരഭൂതമാണ്, സർവജ്ഞയാണ്, സർവസമ്മതയാണ്, അജയാണ്, അനേക രൂപവും ആണ്. ആ മായ ഈ ജഗത്താകെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ആ മായയെ കുറിച്ച് അറിയണം, ആ മായയെ കാണണം, ആ മായയുടെ പ്രതിഭാസം എന്താ എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. എൻ്റെ കൂടെ വന്നോളൂ. ഗരുഡവാഹനത്തിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി മറ്റൊരു സ്ഥലത്ത് പോകാം. ഇന്ദ്രിയ നിഗ്രഹം സാധിക്കാത്തവർക്ക് ജയിക്കാനാവാത്ത മായയെ ഞാൻ അങ്ങയ്ക്ക് കാണിച്ചു തരാം. അവളെ കണ്ടിട്ട് അങ്ങയുടെ മനസ്സിന് വിഷാദമുണ്ടാകാതെ കണ്ടിരുന്നാൽ മതി എന്ന് മഹാവിഷ്ണു പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നാരദൻ വിഷ്ണുവിൻ്റെ കൂടെ, നാരദൻ പറയണ ഞാൻ ഭഗവാന്റെ കൂടെ പോകാൻ തയ്യാറായി. ഉടൻ തന്നെ വിനതയുടെ പുത്രനായിട്ടുള്ള തൻ്റെ വാഹനമായിട്ടുള്ള ഗരുഡനെ ഭഗവാൻ സ്മരിച്ചു. ഭഗവാൻ സ്മരിച്ച മാത്രയിൽ തന്നെ ഗരുഡൻ ഇതാ ഭഗവാന്റെ മുന്നിൽ പറന്നു വന്നു പ്രത്യക്ഷനായി. അങ്ങനെ ആ ഗരുഡൻ്റെ പുറത്ത് ആദ്യം ഭഗവാൻ കയറിയിരുന്നു. എന്നോട് പിന്നിൽ കയറിയിരുന്നോളാൻ പറഞ്ഞു. ഞാനും ആ ഗരുഡവാഹനത്തിൻ്റെ പിന്നിൽ കയറിയിരുന്നു. അങ്ങനെ ആ ഗരുഡൻ പറക്കാൻ തുടങ്ങി. ആകാശത്തിൽ കൂടി പോകുന്ന സമയത്ത് ദിവ്യ സരസ്സുകൾ, നദികൾ, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ഉപഗ്രാമങ്ങൾ, അതേമാതിരി തന്നെ ആശ്രമങ്ങൾ, മുനിമാരുടെ മനോഹരമായിട്ടുള്ള തടാകങ്ങൾ, ജലാശയങ്ങൾ, ധാരാളം ഉദ്യാനങ്ങൾ, ധാരാളം മൃഗങ്ങൾ, ഇതെല്ലാം കണ്ട വിവരങ്ങളെയെല്ലാം അവിടെ ദീർഘമായിട്ട് പല ശ്ലോകങ്ങളിൽ കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ഗരുഡൻ്റെ മുകളിൽ ഇരുന്ന മുകളിൽ കൂടി പറക്കുമ്പോൾ കണ്ടുകൊണ്ട് ഇരുന്ന ഞാനും ഭഗവാനുമായിട്ട്
കാന്യകുബ്ജത്തിനടുത്ത് എത്തിച്ചേർന്നു എന്ന് പറയാം. കാന്യകുബ്ജം ഈ ദേശത്തിൻ്റെ പേര് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലും ഷഷ്ഠസ്കന്ധത്തിൽ അജാമിള ഉപാഖ്യാനം പറയുമ്പോൾ ഈ പേര് അവിടെയും വരുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഭാഗവതം കേട്ടിരിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്കെല്ലാം അതറിയാമെന്ന് പറയണു. അജാമിളൻ്റെ സ്ഥലം കാന്യകുബ്ജത്തിലാണ് അജാമിളൻ എന്ന ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അജാമിളോപാഖ്യാനം അവിടെ തുടങ്ങുന്നത്. അപ്പോൾ ആ കാന്യകുബ്ജം എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. അവിടെ താമരപ്പൂക്കളൊക്കെ നിറഞ്ഞ് ഇരുന്നതായിട്ടുള്ള ദിവ്യമായ അതിമനോഹരമായിട്ടുള്ള ഒരു സരസ് അവിടെ ഞാൻ കണ്ടു. ഹംസം, കാരണ്ടവൻ, ചക്രവാകം തുടങ്ങിയതായിട്ടുള്ള അനേകം പക്ഷികൾ ആ സരസിലുണ്ടായിരുന്നു. നാനാ നിറങ്ങളുള്ള താമരപ്പൂക്കൾ അതിലുണ്ടായിരുന്നു എന്നാണ് പറയണത്. പല നിറത്തിലും താമരപ്പൂക്കൾ കാണാൻ കഴിയും. ഇപ്പം നമ്മൾ സാധാരണ ലക്ഷ്മി താമര കാണുന്നുണ്ട്, വെള്ളത്താമരയുണ്ട്, അതേമാതിരി തന്നെ നീലത്താമരയുണ്ട്, അങ്ങനെ പലതുമുണ്ട് താമരയിലും. അങ്ങനെ പല വിധത്തിലുള്ള താമരപ്പൂക്കളൊക്കെ കാണാൻ കഴിഞ്ഞു. നല്ല നിർമ്മലമായിട്ടുള്ള ജലം, താമരപ്പൂക്കളൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് വണ്ടുകളൊക്കെ അവിടെ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അത്യത്ഭുതമായിട്ടുള്ള ആ തടാകം കണ്ടപ്പോൾ ഭഗവാൻ എന്നോട് പറഞ്ഞു, ഈ തടാകം അതിവിശേഷമായിട്ടുള്ള ഒന്നാണ്. ഇതിലെ ജലം നല്ല പരിശുദ്ധമാണ്, പളുങ്ക് പോലെ വെണ്മയേറിയതാണ്. മാത്രമല്ല ഈ തടാകത്തിലെ ജലത്തിന് അല്പം മാധുര്യവും ഉണ്ട് എന്നാണ് പറയണത്. ഗംഭീരമായിട്ടുള്ള ഈ തടാകം ഒന്നങ്ങ് നോക്കൂ. ഇതിലെ അടിയിലുള്ള ജലങ്ങളെയെല്ലാം മറച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ മനോഹരമായിട്ട് നാനാവർണ്ണങ്ങളുള്ള താമരപ്പൂക്കൾ നിൽക്കുന്നത് കണ്ടോ. ഇതിൽ സ്നാനം ചെയ്തിട്ട് നമുക്ക് കാന്യകുബ്ജത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് നിന്ന് എന്നെ ഇറക്കി. ഭഗവാനും ഇതാ സ്വയം ഇറങ്ങി തിരിച്ചുകൊണ്ട് എൻ്റെ ചൂണ്ടുവിരലും പിടിച്ച് ആ സരസിൽ അതിനെ സ്തുതിച്ചുകൊണ്ട് സരസിൻ്റെ തീരത്തേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കുറച്ച് നേരം വിശ്രമിച്ചുകൊണ്ട് ഭഗവാൻ എന്നോട് പറഞ്ഞു, ഇനി ഈ നിർമ്മലമായ ജലത്തിൽ സ്നാനം ചെയ്യൂ എന്ന് പറഞ്ഞു. അങ്ങ് സ്നാനം ചെയ്തു വരൂ, അതിനുശേഷം ഞാനും കുളിക്കാം. സാധുക്കളുടെ മനസ്സുപോലെ നിർമ്മലമാണ് ഇതിലെ ജലം. വിശേഷിച്ച് ഈ താമരപ്പൂവിൻ്റെ പങ്കജത്തിൻ്റെ പരാഗത്താൽ സുരഭിലമാണ് എന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ആ വീണയൊക്കെ അവിടെ കരയിൽ വെച്ചു. എൻ്റെ മാന്തോലൊക്കെ അഴിച്ചു വെച്ചു ഉടുത്തിരുന്നത്. എന്നിട്ട് കുളിക്കാൻ നിശ്ചയിച്ച് ഭക്തിപൂർവം ആ സരസിൻ്റെ അടുത്ത് ചെന്ന് കാലും കയ്യും കഴുകി ശിഖയൊക്കെ ബന്ധിച്ച് ദർഭയൊക്കെ കയ്യിൽ പിടിച്ച് ആചമന്യമൊക്കെ ചെയ്ത് ജലത്തിലിറങ്ങി മുങ്ങി. അപ്പോൾ ജലസ്നാനം ചെയ്യുക, പവിത്രമായിട്ടുള്ള സ്ഥലങ്ങളിൽ സങ്കല്പങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ വേണം ജലസ്നാനം ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ ആരും ചെയ്യാറൊന്നുമില്ല. ഒന്ന് ഭക്തിയോടുകൂടി മനസ്സിൽ വന്നിച്ചുകൊണ്ട്, ഇപ്പോൾ ഗംഗയായാലും സരസ്വതി ആയാലും കാവേരി ആയാലും ഏത് നദികളായാലും ഒരുവിധം നദികളൊക്കെ ഭാരതത്തിലുള്ളതൊക്കെ പുണ്യനദികൾ തന്നെയാണ്. നദികൾ തന്നെ പുണ്യമാണ്. അതിപ്പോൾ ഏത് നദിയായാലും വിരോധമില്ല, പരോപകാരാർത്ഥമായിട്ട് ഒഴുകുന്നതാണല്ലോ നദികൾ. ആ നദികൾ ഒഴുകുന്നത് കാരണം കൊണ്ടല്ലേ സകല സസ്യങ്ങളും ജീവികളും പ്രാണികളും നമ്മളും ഒക്കെ ഇതാ നിലനിൽക്കുന്നത് ആ നദീജലം കൊണ്ടാണല്ലോ. സമുദ്രജലം ധാരാളമുണ്ടെങ്കിലും അതെടുത്ത് കുടിക്കാനോ ഭക്ഷണങ്ങൾ പാകം ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കാറില്ല. അതിന് നമ്മൾ ആ നദീജലം തന്നെയാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്നല്ലേ ജലം കിട്ടണമെന്ന് പറഞ്ഞാൽ ഈ ഇതേമാതിരിയുള്ള നദികളിലൊക്കെ ഡാം മുതലായിട്ടുള്ളതൊക്കെ കെട്ടി
അവിടെ നിന്നൊക്കെയാണല്ലോ ജലം സംഭരിച്ച് നമുക്കൊക്കെ തരുന്നത്. മാത്രമല്ല വലിയ വലിയ നദികളെ ഒഴുക്കിനനുസരിച്ച് ഡാമൊക്കെ കെട്ടി അതിൽ നിന്ന് വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമുക്ക് ആ രൂപത്തിലും പ്രകാശരൂപത്തിലും അതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നദികളെ കൊണ്ട് വളരെയധികം ഉപകാരമുണ്ട്. അങ്ങനെയുള്ള നദികളിലൊക്കെ ഇറങ്ങി സ്നാനം ചെയ്യുന്ന സമയത്ത് ഭക്തിപൂർവം വേണം എന്നാണ് പറയണത്. എന്തായാലും നാരദൻ അങ്ങനെ ഭക്തിപൂർവം ആ ജലത്തിൽ ഇറങ്ങി മുങ്ങി എന്നാണ് പറയണത്. താൻ ഇറങ്ങി മുങ്ങി എന്ന് നാരദൻ പറയുകയാണ് വ്യാസനോട്. മുങ്ങി എണീറ്റപ്പോൾ എന്താ ഉണ്ടായത്, നാരദൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇന്ന് സമയം കഴിഞ്ഞതുകൊണ്ട് നാളെ അവലോകനം ചെയ്ത് കൊണ്ടുപോകാം. തൽക്കാലം ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ദേവീ ശരണം അമ്മേ.